നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷത്തില് രത്നങ്ങളുടെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 9 ഭാഗമായിട്ട് പറയാമെന്നാണ് നമ്മൾ വിചാരിച്ചാണ്. അത് 6ാമത്തെ ഭാഗമാണ്. ഇനി ഒരു 3 ഭാഗവും കൂടി ഉണ്ടാവുള്ളൂ. ഇന്ന് വജ്രത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രകാശ ഊർജത്തിന്റെ വർണ്ണരശ്മികൾ രത്നത്തിൽ ശേഖരിച്ച് അവ ധരിക്കുന്ന ആളിലേക്ക് എത്തിക്കുന്നു. അതായത് രത്നത്തിന്റെ പോസിറ്റീവ് അവസ്ഥകളെ നമ്മളിലേക്ക് പ്രസരിപ്പിച്ച് ബ്രെയിനിലേക്ക് എത്തിക്കുകയും രത്നത്തിന്റെ ഗുണവശങ്ങൾ നമുക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യുകയാണ് സാധാരണ രത്നങ്ങൾ ചെയ്യുന്നത്. ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷ ആചാര്യനായ വരാഹ മിഹിരാചാര്യനും ഈ ജ്യോതിഷത്തിൽ ഉപയോഗിക്കപ്പെടുന്ന രത്നങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അവ ആധുനിക ഭാരത ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്നു. അതായത് അവ മാണിക്യം, മുത്ത്, പവിഴം, മരതകം, പുഷ്യരാഗം, വജ്രം, ഇന്ദ്രനീലം, ഗോമേതകം, വൈഡൂര്യം, ഇങ്ങനെയാണ് അവ. ഇത് ക്രമത്തിൽ നമ്മുടെ നവഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്നു. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു, ഇങ്ങനെ അത് ക്രമത്തിൽ അങ്ങനെ പ്രതിദാനം ചെയ്യുന്നു. ഇന്നിവിടെ നമ്മൾ വിശദീകരിക്കാൻ പോണത് വജ്രരത്നത്തെ കുറിച്ചാണ്. ഇത് ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ രത്നമാണ്. വജ്രത്തിന് ഇംഗ്ലീഷിൽ ഡയമണ്ട് എന്നാണ് പറയുന്നത്. വജ്രം ഏറ്റവും വില കൂടിയ രത്നമാണ് വജ്രം. ജ്യോതിഷപ്രകാരം ജനനസമയത്തെ ഗ്രഹനിലയിൽ ദുർബലനായിരിക്കുന്ന ശുക്രനെ അനുകൂലമാക്കുവാനും അതുവഴി നല്ല ഫലങ്ങൾ അനുഭവിക്കാനുമാണ് വജ്രം എന്ന രത്നം ധരിക്കുന്നത്. ശുക്രൻ ജാതകത്തിൽ പ്രധാനമായും സ്വാധീനിക്കുന്നത് ഭാര്യ, ഭർത്താവ്, സമ്പത്ത്, വാഹനം, അതുപോലെ നിധി, മൈഥുനം, ഐശ്വര്യം, സംഗീതം, കവിത്വം, നാട്യം, ബഹുസ്ത്രീ സംഗമം, അതുപോലെ ബഹുപുരുഷ സംയോഗം, ഉത്സാഹം, സംഭാഷണ ചാതുര്യം, ശയനോപകരണങ്ങൾ, ഉന്നത സ്ഥാനം, കഥയെഴുത്ത്, സാഹിത്യകാരന്മാർ, ചിത്രകല, സ്വത്ത്, ഇതൊക്കെയാണ്. അതുപോലെ ബലം, ഔഷധം, ഉപദേശം നൽകുക, നിധിദ്രവ്യങ്ങൾ തുടങ്ങിയവയാണ് അവ. ഈ പറഞ്ഞവയുമായി ബന്ധപ്പെട്ട എല്ലാ കുറവുകൾക്കും പരാജയങ്ങൾക്കും ഇവയുമായി നല്ല ബന്ധം നിലനിർത്താനും കഴിയാതെ വരികയാണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് കാരണം ജാതകത്തിൽ ശുക്രൻ ആ വ്യക്തിക്ക് അനുകൂലമല്ല എന്നതാണ്. ശുക്രന്റെ രത്നമായ വജ്രം ധരിച്ചാൽ ഈ പ്രശ്നങ്ങളെ നല്ലൊരു പരിധി വരെ നമുക്ക് അനുകൂലമാക്കുവാൻ കഴിയും. ശുക്രന്റെ ശക്തിക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അതായത് പാണ്ഡുരോഗം, വാതകോപരോഗങ്ങൾ, നയന വ്യപത്ത് എന്ന് പറഞ്ഞാൽ നേത്രങ്ങൾക്കുണ്ടാവുന്ന വിവിധ തരം രോഗങ്ങൾ, ക്ഷീണം, മൂത്രസംബന്ധമായ രോഗങ്ങൾ, കാമവികാര രോഗങ്ങൾ, ശുക്ലസ്രവം, ഭാര്യാനാശം, ഭർത്തൃനാശം, ശരീര ശോഭമങ്ങൾ, നീര്, പക്ഷിബാധ, പരദേവതാകോപം, ഈ രോഗങ്ങൾക്ക് പ്രതിവിധിയായും ഈ അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനും വജ്രം എന്ന രത്നം ശരീരത്തിൽ അണിയുന്നത് ഉത്തമമായിരിക്കും. ശുക്രന്റെ ദോഷഫലങ്ങളെ അകറ്റി നിർത്തുകയും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുകയുമാണ് വജ്രരത്നം സാധാരണ ചെയ്യുന്നത്. വജ്രത്തിൽ തന്നെ പുരുഷ വജ്രം, സ്ത്രീ വജ്രം, നപുംസക വജ്രം, ഇങ്ങനെ 3ആയി തരം തിരിച്ചിട്ടുണ്ട്. ഒരു വർണ്ണവുമില്ലാത്ത വജ്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നല്ല വജ്രം ധരിച്ചാൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആകർഷണം, അതുപോലെ ശ്രദ്ധ, ഐശ്വര്യം, നല്ല വിവാഹബന്ധം, നൈർമല്യം തുടങ്ങിയ ശുഭാനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയും. വജ്രം പല പ്രകാരത്തിൽ ഔഷധമായും വൈദ്യശാസ്ത്രങ്ങൾ ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ രത്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ഉപദേശങ്ങൾക്കും സംശയങ്ങൾക്കും പ്രതിവിധികൾക്കും ഞങ്ങളുടെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.